ടി വി പ്രസാദിൽ രസകരമായ കാര്യം എന്താണോ പ്രതിപക്ഷം പറഞ്ഞത് അതിലേക്ക് ലീഗ് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ അന്തിമ വിധിക്ക് അനുസൃതമായിരിക്കും തീരുമാനം എന്നത് കൂട്ടിച്ചേർക്കാമായിരുന്നില്ലേ എന്ന പ്രതിപക്ഷം ചോദിക്കുന്നത്. അതാണ് ഇപ്പോൾ ലീഗും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രസാദ്, വലിയ പ്രതിസന്ധി തന്നെയാണ് സ്മൃതി ഇതിനകത്തുള്ളത്. ഇത് പ്രതിപക്ഷത്തിന് വലിയ ആയുധമായി എന്നുള്ളതാണ് കൗതുകം. മിക്കവാറും എല്ലാ നേതാക്കളും ഇതുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസ്, പി രാജീവ്, തോമസ് ഐസക്, കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ അടക്കമുള്ള എല്ലാ പ്രതിപക്ഷത്തെ നേതാക്കളും ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴടങ്ങുന്ന സർക്കാർ എന്നുള്ളതാണ് പല നേതാക്കളും പറയുന്നത്. ഒപ്പം പറയുന്നത് മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന മുസ്ലിം ലീഗ് അല്ലെങ്കിൽ UDF സർക്കാർ എന്ന ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. LDF സർക്കാർ എടുത്ത സ്റ്റാൻഡ് എന്തുകൊണ്ട് UDF സർക്കാരിന് ഇക്കാര്യത്തിൽ എടുക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനമാണ് ഗുരുതരമായി ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ധൃതി പിടിച്ച് എന്തിനാണ് ഇങ്ങനൊരു നീക്കത്തിലേക്ക് സർക്കാർ പോയത് എന്നുള്ളതാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ രാജീവ് പറഞ്ഞു വെച്ചതുപോലെ രണ്ട് അമുസ്ലിങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി ഇതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ളത് മൈനോറിറ്റി ന്യൂനപക്ഷമാകാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പി രാജീവും വിശദീകരിക്കുന്നു. ചുരുക്കത്തിൽ സ്മൃതി, ഒരു വലിയ രാഷ്ട്രീയ ആയുധം വഖഫ് ബോർഡ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ശരി, VS രഞ്ജിത്തും ഒപ്പം ടി വി പ്രസാദുമാണ് വിവരങ്ങൾ നൽകിയത്. ലീഗിനകത്ത് ഈ വിഷയത്തിൽ വലിയ എതിർപ്പ് ഉയരുന്നു എന്നുള്ളതാണ്. എതിർപ്പ് സർക്കാരിനെ അറിയിക്കാൻ കൂടി ആലോചനയിൽ നീങ്ങുകയാണ്.